എല്ലാവർക്കും പഞ്ചസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചസിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഗ്രൂപ്പ്സ് ഓഫ് പഞ്ചസ് പഠിച്ചു, ടൈപ്സ് ഓഫ് പഞ്ചസ് പഠിച്ചു. അപ്പോൾ ടൈപ്സ് ഓഫ് പഞ്ചസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേര് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് 3 പേരുകളാണ് പഠിച്ചത്. ഇനിയുണ്ട് ബാക്കി അതിനുള്ള പഞ്ചുകൾ, അതിന്റെ എക്സ്പ്ലനേഷൻ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് പഞ്ചസ് ആണ്. പലതരത്തിലുള്ള പഞ്ചുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പഞ്ചാണ് പ്ലെയിൻ പഞ്ചസ്. Plain punches, the sidewall of the plain punch follows the cutting contour originating at the cutting edge and extending straight to the base surface. Plain punches are self-mounting straight through punches. പ്ലെയിൻ പഞ്ച് എന്ന് വെച്ചാൽ പേര് പോലെ പ്ലെയിൻ ആയിരിക്കും. ഇവിടെ തുടങ്ങി ഇവിടം വരെ അതിന്റെ ഷേപ്പ് ഒരേ ഷേപ്പ് ആയിരിക്കും. ഷേപ്പിന് ഒരു മാറ്റം ഉണ്ടാക്കുക. അതായത് ഈ അറ്റത്തെ കട്ടിങ് അറ്റത്തിന്റെ ഈ ഭാഗത്തെ ഷേപ്പാണ് അതിന്റെ പ്രോഡക്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു വാഷറാണ്, സർക്കുലർ ഷേപ്പ്, വട്ടത്തിലുള്ള ഒരു വാഷറാണെങ്കിൽ ഈ ഒരു ഭാഗം ആ ഷേപ്പ് ആയിരിക്കണം. ഈ പ്ലെയിൻ പഞ്ചസ് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ആ ഷേപ്പ് ആയിരിക്കും. അതായത് ഈ പഞ്ച് ഇപ്പോൾ ഇവിടെ നിന്ന് പൊട്ടിപ്പോയാലും കുറച്ചുകൂടെ ഗ്രൈൻഡ് ചെയ്താൽ അതിന്റെ ഷേപ്പിനോ ഡയമെൻഷനോ ഒരു മാറ്റം വരില്ല. അതാണ് പ്ലെയിൻ പഞ്ചസിന്റെ പ്രത്യേകത. ത്രൂ ഔട്ട് ഇവിടെ അറ്റം തുടങ്ങിയിട്ട് ഈ അറ്റം വരെ അതിന് ഒരേ ഷേപ്പിലായിരിക്കും പ്ലെയിൻ പഞ്ചസ് വരുന്നത്. അതിന്റെ സൈഡ് വാൾ കറക്റ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പ്ലെയിൻ പഞ്ച് എന്നുള്ളതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അത്യാവശ്യം ഇവിടെ നമുക്കൊരു കഷ്ണം മുറിഞ്ഞു പോയാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കട്ടിങ് അടിച്ച് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്ലെയിൻ പഞ്ചസ് ആർ സെൽഫ് മൗണ്ടിങ് സ്ട്രൈറ്റ് ത്രൂ പഞ്ചസ്. അതായത് സ്ട്രൈറ്റ് ആയിരിക്കും, വളവൊന്നും ഉണ്ടായിരിക്കില്ല, വളരെ സ്ട്രൈറ്റ് ആയിരിക്കും. സെൽഫ് മൗണ്ടിങ് ആണ്. പ്രത്യേകിച്ച് വേറെ സ്ക്രൂ ഉണ്ടാവില്ല, ഒന്നിന്റെ ആവശ്യമില്ല മൗണ്ട്. കാരണം ഇതിന് ഒരു പോക്കറ്റ് ഉണ്ട്, ആ പോക്കറ്റിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അത് കറക്റ്റ് ആയിട്ട് അവിടെ മൗണ്ട് ആയിട്ട് വരുന്നത്. ഇതിന് ഇങ്ങനെയുള്ള പഞ്ചുകളാണ് നമ്മൾ പ്ലെയിൻ പഞ്ചസ് ആണ്. അപ്പൊ ഇത് വളരെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത വെച്ചാൽ ലോഡ് കൂടുതൽ വരികയാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു ആവറേജ് മിനിമം ലോഡ് ഇതിനുണ്ട്. ആ ഒരു ലോഡ് കഴിഞ്ഞാൽ ഇത് ബക്ലിംഗ് ഉണ്ടാവും, പഞ്ച് ബെൻഡാവും. കാരണം സ്ട്രൈറ്റ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഒരേ ഇതിൽ വരുന്നതാണ്. ലോഡ് കൂടിയാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന ഫോഴ്സിനെ ഡൈവേർട്ട് ചെയ്ത് കളയാനുള്ള സംവിധാനങ്ങളൊന്നും ഇതിലില്ല. അപ്പൊ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഈ പ്ലെയിൻ പഞ്ചിനുണ്ട്. എന്നിരുന്നാലും ഇത് വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പ്ലെയിൻ പഞ്ചസ് എന്ന് പറയുന്നത്. പ്ലെയിൻ പഞ്ച് പേര് പോലെ തന്നെയാണ് പ്ലെയിൻ. ഇവിടെ നോക്കി ഇവിടെ വരെ പ്ലെയിൻ ആയിട്ടുള്ള കറക്റ്റ് ഡിസൈൻ. അത് വേറെ പിന്നെ എവിടെ മുറിച്ചാലും എവിടെ നോക്കിയാലും അതിന്റെ ക്രോസ് ഒരുപോലെ ആയിരിക്കും. അതാണ് പ്ലെയിൻ പഞ്ച് എന്ന് പറയുന്നത്. അടുത്ത വേറെ ടൈപ്പാണ് പെഡസ്ട്രൽ പഞ്ച്. അപ്പൊ ഈ പ്ലെയിൻ പഞ്ചിൽ നമ്മൾ പറഞ്ഞു ലോഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് ബക്കിൾ ചെയ്യാനും കുട്ടി പോലെ. കാരണം എന്താ വെച്ചാൽ അതിന്റെ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടുത്തെ ഈ ലോഡ് കംപ്ലീറ്റ് ലോഡ് ഈ ഒരു ചെറിയൊരു ഏരിയയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഹൈ ലോഡ് ഒരു ചെറിയൊരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നാൽ പഞ്ച് ഫെയിൽ ആവാനുള്ള സാധ്യത. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെഡസ്ട്രൽ പഞ്ച്, അതായത് പ്ലെയിൻ പഞ്ചിനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പെഡസ്ട്രൽ പഞ്ച്. ദ ബേസ് ഏരിയ ഓഫ് ദ പഞ്ച് ഈസ് ലാർജ്. ദ കട്ടിംഗ് ഫോഴ്സ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എ ലാർജ് ഏരിയ. These punches are recommended for heavy duty work. ഹെവി ഡ്യൂട്ടി വർക്ക് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പഞ്ചസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെഡസ്ട്രൽ പഞ്ച്. ഇതിന്റെ ഒരു വലിയൊരു ഹെഡ് പോലെ ഈ ഭാഗം ഉണ്ടായിരിക്കും. അതായത് ബേസ് ഏരിയ കുറച്ച് വലിയൊരു ഹെഡ് പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അതിന്റെ സ്ക്രൂവിനുള്ള ഭാഗമാണ്. 2 സ്ക്രൂ ഡയഗണൽ ആയിട്ട് 2 സ്ക്രൂ 2 ഉണ്ടാവില്ല. ഒരു വലിയൊരു പഞ്ചാണ് എന്നുണ്ടെങ്കിൽ ഇത് സെൽഫ് മൗണ്ടിങ് അല്ല. പ്ലെയിൻ പഞ്ച് ആണെങ്കിൽ സെൽഫ് മൗണ്ടിങ് ആണ്. വെറുതെ അതിനുള്ള സ്ലോട്ട് ഉണ്ടാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇത് അങ്ങനെ ഒരു സ്ലോട്ട് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിന് വലിയൊരു ബേസ് ഉണ്ട്. ഈ വലിയൊരു ബേസ് ഉള്ളതുകൊണ്ട് അതിന് 2 സ്ക്രൂവും 2 ഡബിളും വെച്ചിട്ടാണ് നമ്മൾ മൗണ്ട് ചെയ്യുക. അപ്പൊ അത് പെഡസ്ട്രൽ പഞ്ചിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ വലിയ ബേസിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഫോഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട്, അതായത് ഇത്രയും ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്ന ഒരു ഫോഴ്സിനെ ഇത്രയും ഏരിയയിലേക്ക് നമ്മൾ ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഫോഴ്സിന്റെ എഫക്ട് കുറയും. അറിയാലോ, ചെറിയൊരു ഏരിയയിലേക്കുള്ള ഫോഴ്സിനെ വലിയൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ ഫോഴ്സിന്റെ എഫക്ട് കുറയും. അപ്പൊ എന്താവും, ടൂളിന്റെ ലൈഫ് കൂടും. അപ്പൊ ഹെവി ഡ്യൂട്ടി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചുകളെയാണ് പെഡസ്ട്രൽ പഞ്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണ ചെറിയ ഫോഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, പ്ലെയിൻ പഞ്ചസ് മതി. പക്ഷെ ഹെവി ഡ്യൂട്ടി ഫോഴ്സ് വളരെ കൂടുതലായിട്ട് വരും, വലിയ പ്രോഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു പെഡസ്ട്രൽ പഞ്ചായിട്ട് ഉപയോഗിക്കാം. പെഡസ്ട്രൽ പഞ്ചിന്റെ പ്രത്യേകത അത് പ്ലെയിൻ ഷേപ്പ് അല്ല, അതിന് ഹെഡ് വലുതായിരിക്കും, ബേസ് വലുതായിരിക്കും. അത് സെൽഫ് മൗണ്ടിങ് അല്ല, അവിടെ സ്ക്രൂവും ഡബിൾസും ഉപയോഗിച്ചിട്ടായിരിക്കും അതിന്റെ മൗണ്ടിങ് ഉണ്ടാവുക. ഈ ഫോഴ്സ് ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതുകൊണ്ട് തന്നെ ഹെവി വർക്കുകൾ, വളരെ അധികം ലോഡ് വരുന്ന വർക്കുകൾക്കൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. അതിന്റെ പ്രത്യേകത വെച്ചാൽ ബാക്ക് പ്ലേറ്റിലേക്കാണ്, ബാക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലും ലൈഫ് ഉണ്ടാവും. മറ്റേ പ്ലെയിൻ പഞ്ച് പൊട്ടുന്ന പോലെ അത് പൊട്ടുന്നില്ല. പ്ലെയിൻ പഞ്ചസ് ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പെഡസ്ട്രൽ പഞ്ചസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. അപ്പൊ അതാണ് ഹെവി ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാൻ കാരണം. സോ അതാണ് രണ്ടാമത്തെ ടൈപ്പ് പഞ്ചസ്, പെഡസ്ട്രൽ പഞ്ചസ്. മൂന്നാമത് വരുന്നത് ഓഫ്സെറ്റ് പെഡസ്ട്രൽ പഞ്ച്. അതായത് പ്ലെയിൻ പഞ്ചസിനും ഓഫ്സെറ്റ് പെഡസ്ട്രൽ പഞ്ചിന്റെയും ഒരു മിക്സിങ്. അതാണ് ഓഫ്സെറ്റ് പെഡസ്ട്രൽ പഞ്ച് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് അതിന് ഹെഡ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ബേസ് ഇങ്ങനെ വലിയ ഏരിയയിലേക്ക്, മറ്റേ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിരിക്കും. അതായത് ഒരു സൈഡ് പ്ലെയിൻ പഞ്ചും ഒരു സൈഡ് പെഡസ്ട്രൽ പഞ്ചും, ഇങ്ങനെ 2 പഞ്ചുകളെ കൂട്ടി ചേർത്തുണ്ടാക്കുന്ന പഞ്ചിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് പെഡസ്ട്രൽ പഞ്ച് എന്ന് പറയുന്നത്. These pedestal punches have their base offset. The reason for offsetting of a base is ഒന്നാമത്തെ reason space consideration for other component in the assembly.
മെഷീനിങ് ആൻഡ് ഗ്രൈൻഡിങ് ആക്സസിബിലിറ്റി, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കട്ടിംഗ് ഫോഴ്സ് ഈസ് നോൺ യൂണിഫോം ഇൻ ദീസ് പഞ്ചസ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു രണ്ട് പഞ്ചുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നതാണ്. അതായത് പ്ലെയിൻ പഞ്ച്, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ പഞ്ചിന്റെ ഫംഗ്ഷൻ പോലെയാണ് ഉണ്ടാവുക, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതിനൊരു ബേസും ഉണ്ടാവും. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. സ്പേസ് കൺസിഡറേഷൻ ഫോർ അതർ കോമ്പണൻസ്, അതായത് എല്ലാ പഞ്ചും ഇതുപോലെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് ഇപ്പുറത്തൊരു പഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബേസ് തടയും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്തെ ബേസിന് ഹെഡിനെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ സിറ്റുവേഷൻസ്, അതായത് അടുത്തടുത്ത് രണ്ട് പഞ്ചുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് പഞ്ചിനും ഹെഡ് ഇങ്ങനെ ബേസ് അപ്പുറത്തേക്ക് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടിനും കൂടിയിട്ട് അതിനുള്ള സ്പേസ് ഉണ്ടാക്കിയാൽ ഡൈന്റെ അല്ലെങ്കിൽ പഞ്ച് ഹോൾഡറിന്റെ ബലത്തിനെ ബാധിക്കും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പെഷ്യൽ കേസായിട്ട് ഈ ഭാഗത്ത് മാത്രം നമ്മൾ ഇങ്ങനെ ഹെഡ് ഇല്ലാണ്ട് അവിടെ പ്ലെയിൻ ആയിട്ട് കൊടുക്കും. പിന്നെ രണ്ടാമത്തെ ഉപയോഗം മെഷീനിങ് എളുപ്പത്തിന്, അതായത് രണ്ട് സൈഡിലും ഹെഡിന് ചാടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഷീനിങ്ങൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം പ്ലെയിൻ ആക്കി നിർത്തും പഞ്ചിന്റെ. അപ്പൊ ആ ഭാഗത്ത് ഇത്തിരി ബലം കുറയുന്നുള്ള ബാക്കിയൊക്കെ ഈവൺ ആയിക്കോളും. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഫോഴ്സ് ഈവൺ ആയിരിക്കില്ല. അതായത് ഇവിടേക്ക് വരുന്ന ഫോഴ്സ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇവിടേക്ക് വരുന്ന ഫോഴ്സ് ഇത്രയും ഭാഗത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യും. അപ്പൊ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ഈവൺ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഒരു ഉപയോഗമുള്ള വസ്തുവല്ല. എന്നാലും ചില സ്പെഷ്യൽ പർപ്പസുകൾ, അതായത് സ്പേസ് കൺസിഡറേഷൻ, ഒരു രണ്ട് പഞ്ചസ് അടുത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട 3 പഞ്ചസ് ആണ് നമ്മൾ പഠിച്ചത്. പ്ലെയിൻ പഞ്ചസ്, പെഡസ്റ്റൽ പഞ്ചസ്, ഓഫ്സെറ്റ് പെഡസ്റ്റൽ പഞ്ചസ്. ഈ ഓഫ്സെറ്റ് പെഡസ്റ്റൽ പഞ്ച് അപൂർവമായിട്ടാണ് ഉണ്ടാവുക, എന്നാലും ചില ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കീഡ് പഞ്ചസ്. കീഡ് പഞ്ചസ് എന്ന് വെച്ചാൽ സാധാരണ ഒരു പഞ്ച് തന്നെ സർക്കുലർ ഷേപ്പ് ആയിരിക്കും, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പഞ്ചുകളായിരിക്കും. A key punch is provided for non-circular punches to prevent their rotation. അതായത് സർക്കുലർ പഞ്ചാണ്, പിന്നെ ഒരു തെറ്റിപ്പോയതാണ്, നോൺ സർക്കുലർ അല്ലാണ്ട് സർക്കുലർ പഞ്ചസ് ആണ്, മിസ്റ്റേക്ക് ആയതാണ്. സർക്കുലർ പഞ്ചസ്, ഈ പഞ്ച് ഇതിന് പറഞ്ഞൊരു സ്ലോട്ട് ഉണ്ടാവുന്നുണ്ട്, പഞ്ച് ഹോൾഡറിന്റെ ഉള്ളിൽ ഒരു സ്ലോട്ട് ഉണ്ട്. ഈ സ്ലോട്ടിന്റെ ഉള്ളിലേക്കാണ് ഈ പഞ്ച് എടുത്തത്. പക്ഷെ ഈ സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഈ പഞ്ച് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വട്ടം തിരിയാനുള്ള സാധ്യതയുണ്ട് അല്ലെ? നമുക്ക് ആലോചിച്ച് അറിയാലോ, അതിന് വേറെ ഒന്നുമില്ല, ഇവിടെ മൗണ്ട് ചെയ്യാൻ വേറെ ഒന്നുമില്ല, സെൽഫ് മൗണ്ടിങ് ആണ്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വട്ടം തിരിയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കീ ഇട്ട് കൊടുക്കും, ഒരു പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇത് വട്ടം തിരിയില്ല, ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഇത് വട്ടം തിരിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് കീഡ് പഞ്ചസ്. കീഡ് ഈസ് പ്രൊവൈഡഡ് ഫോർ നോൺ സർക്കുലർ അല്ല സർക്കുലർ ആണ്, സർക്കുലർ പഞ്ചസ് ടു പ്രിവെന്റ് ദയർ റൊട്ടേഷൻ. സർക്കുലർ പഞ്ചസിന്റെ റൊട്ടേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ ഇട്ട് കൊടുക്കുക, അതിനെയാണ് കീഡ് പഞ്ചസ് എന്ന് പറയുന്നത്. അവിടെ നോൺ സർക്കുലർ എന്നല്ല, അതെറ്റി വന്നതാണ്, ശ്രദ്ധിക്കുക. സർക്കുലർ പഞ്ചസ് ആണ്. അപ്പൊ സർക്കുലർ പഞ്ച് ഉണ്ട്, അതിന് പ്രത്യേകിച്ച് മൗണ്ടിങ് സ്ക്രൂവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ പഞ്ചസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ലോട്ടിൽ കിടന്ന് വട്ടം ചെയ്യാനുള്ള സാധ്യത അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിലായിട്ട് ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു ഡബൽ പിന്ന് പോലെ ചെറിയൊരു ഡബൽ പിന്ന് പോലൊരു പിന്നെ കീ ഇട്ട് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനമുള്ള പഞ്ചുകളാണ് എന്നുണ്ടെങ്കിൽ അതിനെ കീഡ് പഞ്ച്. ഇതൊക്കെ വളരെ ആക്യുറസി കൂടിയ ടൂളുകളാണ്. അതായത് കുറച്ച് സാധാരണ പ്ലാനിങ് ആണെങ്കിൽ ഒന്നും തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഹൈലി ആക്യുറസി വേണ്ട ടൂളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു കീ ഇട്ട് കൊടുക്കുക, തിരിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പഞ്ചുകളാണ് നമ്മൾ കീഡ് പഞ്ചസ് എന്ന് പറയുന്നത്. അടുത്തത് പഞ്ച് മൗണ്ട് ചെയ്യുന്ന രീതികൾ. ഒരു പഞ്ച് ഹോൾഡറിൽ അല്ലെങ്കിൽ ഒരു ടൂളിന്റെ പഞ്ച് ഹോൾഡറിലാണ് സാധാരണ വയ്ക്കുക, ബാക്ക് പാറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ എങ്ങനെ മൗണ്ട് ചെയ്യും. ആ മൗണ്ട് ചെയ്യുന്ന പല തരത്തിലുള്ള രീതികൾ, ഓരോ പഞ്ചും ആ പഞ്ചിന്റെ ഡിസൈൻ അനുസരിച്ച്, പഞ്ചിന്റെ ഷേപ്പ് സൈസ് ഒക്കെ അനുസരിച്ചിട്ട് ഓരോ പഞ്ചും മൗണ്ട് ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഒന്നാമത്തെ ഹെഡ്ലെസ് പഞ്ച്, ഹെഡ് ഇല്ലാത്ത പഞ്ചുകൾ എങ്ങനെ നമ്മൾ പറഞ്ഞ സെഗ്രിഗേറ്റഡ് പഞ്ചസിൽ പഠിച്ചു ആ രീതിയാണ്. സെഗ്രിഗേറ്റഡ് പഞ്ചസിനെയാണ് നമ്മൾ ഹെഡ് ഇല്ലാത്ത ആ രീതിയിലാണ് ചെയ്യുക. അപ്പൊ ഹെഡ്ലെസ് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ദിസ് ഈസ് എ പ്ലെയിൻ പഞ്ച് എക്സെപ്റ്റ് that it does not require doubts. The positioning of the punch is done by the punch plate. The punch is fastened to the top plate by means of screws. ഇത് ഹെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെന്ത് ഇതിന് ഡബിളും ഇല്ല, ഒരു സ്ക്രൂ വെച്ചിട്ടാണ് ഇത് ഫാസ്റ്റൻ ചെയ്യുന്നത്. അതായത് സെഗ്രിഗേറ്റഡ് പഞ്ചിൽ നമ്മൾ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ടോപ്പ് പ്ലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ വെച്ചിട്ടായിരിക്കും. ഈ ടോപ്പ് പ്ലേറ്റിംഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചുകളൊക്കെ ഫ്രജൈലാണ്. ഒരു ടൂളിന്റെ വർക്കിംഗിൽ പഞ്ചൊക്കെയാണ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളത്. അപ്പൊ ഒരു പഞ്ച് പൊട്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റണം, റീപ്ലേസ് ചെയ്യണം, നല്ല പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ഈ ഒരു ചെറിയ പഞ്ച് പൊട്ടി ടൂൾ മൊത്തം അഴിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് മേലെ നിന്ന് സ്ക്രൂ ഇട്ടിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ ടൂൾ മൊത്തം ഡിസംബിൾ ചെയ്യേണ്ട കാര്യമില്ല, മേലെ നിന്ന് ഒരു എലംക്കി വെച്ചിട്ട് ഈ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ഈ പഞ്ചിന്റെ താഴേക്ക് വിടും, അടുത്ത പഞ്ച് വെക്കുക, സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്ഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ മേലെ നിന്ന് സ്ക്രൂ കൊടുക്കുന്നത്. എന്നിരുന്നാലും ഒരു ഹെഡ്ലെസ് പഞ്ച് ഇങ്ങനെയാണ് സ്ക്രൂ വെച്ചിട്ടാണ് ചെയ്യുക. വലിയ ഹെഡ്ലെസ് ആണെന്നുണ്ടെങ്കിൽ 2 സ്ക്രൂ ഉണ്ടാവാം, 3-4 സ്ക്രൂ, പഞ്ചിന്റെ വലിപ്പനുസരിച്ച്. അപ്പൊ ഹെഡ്ലെസ് പഞ്ചുകളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഒരു ടൂളിന്റെ പ്ലേറ്റ് ആയിട്ട് മൗണ്ട് ചെയ്യാം. മനസ്സിലാക്കാം. അടുത്തത് സ്റ്റെപ്പ് ഹെഡ് പഞ്ച്. ഇനി ഹെഡ് ഉണ്ട്, സ്റ്റെപ്പ് ഹെഡ്, ഇതുപോലെ സ്റ്റെപ്പ് ഹെഡ് ഉള്ള ഒരു പഞ്ചാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഷോൾഡർ പഞ്ച് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഷോൾഡർ പഞ്ച് എന്ന് പറയും. These types of punches are fitted in the punch plate without screws and dowels. ഇതിന് സ്ക്രൂ ഡവലിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഹെഡ് ഉണ്ട്,
ഇതിവിടെ തങ്ങിയിരുന്നോളും. ഇതിന് ഇന്റഗ്രേറ്റഡ് പഞ്ച് നമ്മൾ പറഞ്ഞു, ആ സെയിം മെത്തേഡാണ് ഇവിടെ വരുന്നത്. ഇന്റഗ്രേറ്റഡ് മെത്തേഡാണ്. അതിന് പഞ്ച് ഹോൾഡറിൽ ഇതുപോലൊരു അതിന് ഇറങ്ങിയിരിക്കാവുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെറുതെ എടുത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതിനെ കുറച്ച് അക്രസി കുറയും. ഇതിനേക്കാൾ അക്രസി എപ്പോഴും മറ്റേ കഴിഞ്ഞ ഹെഡ്ലെസ് പഞ്ചുകൾക്കാണ് ഉണ്ടാവും. അതാണ് സ്റ്റെപ്പ് ഹെഡ് പഞ്ചസ്. പിന്നെ ഇത് ഈ പഞ്ച് പൊട്ടിയാൽ ടൂൾ എന്തായാലും ഡിസംബിൾ തന്നെ വേണം. അതായത് റീപ്ലേസ് ആണെങ്കിൽ മേലെ സ്ക്രൂ അഴിച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഈ മേലത്തെ ടോപ്പ് പ്ലേറ്റും ബാക്ക് പ്ലേറ്റും ഊരിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പഞ്ച് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു പ്രൊഡക്ഷൻ മേഖലയിൽ പ്രിഫർ ചെയ്യുക ഹെഡ്ലെസ് പഞ്ചസ് ആണ്. ഈ സ്റ്റെപ്പ് ഹെഡ് പഞ്ചസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഹെഡ്ലെസ് പഞ്ചസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് ഡ്യുവലിന്റെ ഹെഡ് പഞ്ച്. ഡ്യുവലിന്റെ ഹെഡ് എന്ന് വെച്ചാൽ മറ്റേ സ്റ്റെപ്പ് ഹെഡ് ആണ്. കറക്റ്റ് 90 ഡിഗ്രി ആണ്. അതാണെങ്കിൽ കുറച്ചൊരു 60 ഡിഗ്രി 45 ഡിഗ്രി ഡ്യുവൽ ആയിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, ആ ഷേപ്പിലുള്ള ഒരു സ്ലോട്ട് ഉണ്ടാക്കുക. ഡ്യുവൽ ചെയ്തിട്ടുള്ള ഒരു സ്ലോട്ട് ഉണ്ടാക്കുക. അതിനുള്ളിലേക്ക് പഞ്ചിനുള്ളത് കുറച്ചും കൂടി അക്രോസി കൂടും. അതാണ് ഡ്യുവലിന്റെ ഹെഡ് പഞ്ച് ഉണ്ട്. ഈ ഡ്യുവൽ ചെയ്ത ഹെഡ് ഇങ്ങനെ ഡ്യുവൽ ആയിരിക്കും. അതായത് 60 ഡിഗ്രി 45 ഡിഗ്രി ഒരു ഡ്യുവൽ ആംഗിൾ ആയിരിക്കും. The punch is made with an angular seating. It is called bevel headed punch. ഒരു ആംഗുലാർ സീറ്റിംഗ് അതുപോലെ ആംഗുലാർ സീറ്റിംഗിലാണ് ഒരു പഞ്ച് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ബിവൽ ഹെഡ് പഞ്ച്. The bevel angle is usually between 30 degree to 45 degrees. 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ ആയിരിക്കും ഇതിന്റെ ബിവൽ ആംഗിൾ സാധാരണഗതിയിൽ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സൈസുകളാണ്. അപ്പം മിക്കവാറും 45 ഡിഗ്രിയാണ് ബിവൽ ആംഗിൾ എന്ന് പറയുന്നത്. അതിനെ 45 ഡിഗ്രി ചില 60 കണ്ടിട്ടുണ്ട്. The bevel portion may be either machined or peeled. ഇത് ഡ്യുവൽ പോർഷൻ ഒന്നെങ്കിൽ മെഷീൻ ചെയ്യാണെങ്കിൽ അടിച്ച് പരത്തി എടുക്കും. എങ്ങനെയാണ് ജാഡ്സ് വരട്ടി എടുക്കുന്നതൊക്കെ പണ്ടത്തെ രീതിയാണ്. ഇപ്പോഴൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ കറക്റ്റ് CNC മെഷീൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് 30 ഡിഗ്രിയിൽ ഡ്യുവൽ കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കട്ടും. 40 ഡിഗ്രി ആണെങ്കിൽ 40, 45 ഡിഗ്രി ആണെങ്കിൽ 40. എന്ത് കഴിഞ്ഞാലും ഇതും സ്റ്റെപ്പ് ഹെഡ് പഞ്ച് പോലെയാണ്. സ്റ്റെപ്പ് ഹെഡ് ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു ആകൃതിയിലാണ് ഉണ്ടാക്കുക. ഡ്യുവൽ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെരിഞ്ഞ ആകൃതിയിൽ 30 ഡിഗ്രി ഡ്യുവലിംഗ് 30 ഡിഗ്രി 45 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രി ആകൃതിയിൽ ഒരു സ്ലോട്ട് ഉണ്ടാകും. ആ സ്ലോട്ടിലേക്ക് ഈ പഞ്ച് ഇറക്കിയിടാണ്. ഇവിടെയും സ്ക്രൂസും ഡവൽസും ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് കറക്റ്റ് ഇന്റഗ്രേറ്റഡ് രീതിയിൽ അങ്ങനെ എടുത്തിടുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഫ്ലോട്ടിംഗ് പഞ്ചസ്. ഫ്ലോട്ടിംഗ് പഞ്ചസ് എന്ന് വെച്ചാൽ ആ പേര് ഫ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ പൊന്തി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൊന്തി നിൽക്കലല്ല, ഇവിടെ ക്ലിയറൻസ് കൂടുതലുണ്ടായിരിക്കും. അതായത് പഞ്ച് ഹോൾഡറും തമ്മിലുള്ള ഫിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ ലൂസായി ഈ പഞ്ച് കിടന്ന അളവും ഇതിൻ്റെ ഉള്ളിൽ പഞ്ച് കിടന്ന അളവും. അപ്പൊ ഈ ഇളകുന്ന പഞ്ചിന് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പഞ്ച് കിടന്ന ഇളകാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പഞ്ചിന്റെ ഇളക്കം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിപ്പറിനെയാണ്. സ്ട്രിപ്പറിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങും. സ്ട്രിപ്പറിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നതോടുകൂടി അതിന്റെ ഇളക്കം നിർത്തും. അങ്ങനെയുള്ള പഞ്ചുകളാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പഞ്ചസ് എന്ന് പറയുന്നത്. They are made loose in the punch holder and are guided in the stripper plate. ഇവിടെ പഞ്ച് ഹോൾഡറിൽ ഇത് ലൂസ് ആയിരിക്കും, സ്ട്രിപ്പറിലായിരിക്കും. സ്ട്രിപ്പർ വെച്ചിട്ടായിരിക്കും അതിന്റെ കൺട്രോൾ ഗൈഡ് ചെയ്യുന്നത്. പഞ്ചിനെ ഗൈഡ് ചെയ്യുന്നത് എപ്പോഴും സ്ട്രിപ്പർ ആയിരിക്കും. അപ്പൊ അങ്ങനെ തരത്തിലുള്ള പഞ്ചുകളുണ്ട് ഫ്ലോട്ടിംഗ് പഞ്ചിൽ. ഇവിടെ കിടന്ന് ഇളകുന്നു വെച്ചിട്ട് ആക്രോസിൽ വലിയ കുറവൊന്നുമില്ല. അത്യാവശ്യം നല്ല ആക്രോസി ഒക്കെ കിട്ടും. കാരണം ഈ സ്ട്രിപ്പർ പ്ലേറ്റ് അതിനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇതാണ് ഇതിന്റെ പഞ്ച് ഹോൾഡർ, ഇതതിന്റെ സ്ട്രിപ്പർ പ്ലേറ്റ് ആണ്. പിന്നെ വരുന്ന പ്രിഫറേറ്റേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ പഞ്ചുകൾ ഡയമീറ്റർ 3 കുറവുള്ള പഞ്ചുകളെയാണ് നമ്മൾ 3 അല്ലെങ്കിൽ 2.5. പഞ്ച് ഓഫ് ഡയമീറ്റർ 2.5 mm ഓർ ബിലോ ഈസ് കോൾഡ് പ്രിഫറേറ്റർ. അതിനാണ് പ്രിഫറേറ്റേഴ്സ് എന്ന് പറയുന്നത്. 2.5 mm അല്ലെങ്കിൽ അത് കുറവ് 3 ചിലതിൽ പറയാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ 2.5 ആണ്. 2.5 ഓർ ബിലോ ഡയമീറ്ററുള്ള പഞ്ചുകളൊക്കെയാണ് നമ്മൾ പ്രിഫറേറ്റർ എന്ന്. ചെറിയ പഞ്ചുകൾ അതൊക്കെ സാധാരണ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാക്കാറില്ല, മേടിക്കാറാണ് പതിവ്. ഇങ്ങനത്തെ പഞ്ചുകളെയാണ് പ്രിഫറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ബിവൽ ഹെഡ് പ്രിഫറേറ്റർ. ബിവൽ ഹെഡ് പ്രിഫറേറ്റർ എന്ന് വെച്ചാൽ പ്രിഫറേറ്ററിന്റെ ഹെഡ് ചെരിഞ്ഞ് ബിവൽ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിവൽ ഹെഡ് പ്രിഫറേറ്റർ എന്ന് പറയും. പ്രിഫറേറ്ററിന്റെ ഹെഡിന്റെ ഭാഗം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ബിവൽ ഹെഡ് പ്രിഫറേറ്റർ എന്ന് പറയും. ഹെഡ്ലെസ് പ്രിഫറേറ്റർ എന്ന് വെച്ചാൽ അതിന് ഹെഡ് ഉണ്ടായിരിക്കില്ല. മറ്റേ ഒരു ഹെഡ് ഉണ്ടാവും, പ്രിഫറേറ്ററിന് ഉണ്ടാവും, ഇതിന് ഹെഡ് ഉണ്ടാവില്ല. ദീസ് പഞ്ചസ് ഡു നോട്ട് ഹാവ് ഷോൾഡേഴ്സ്. A notch is milled on the shank of the perforator. A screw from the side or fasten the perforator in position. ഇതുണ്ടോ, ഇതിന് ഹെഡ് ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരു ചെറിയൊരു നോച്ച്, ചെറിയൊരു കട്ടിങ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അതിൽ കൂടെ ഒരു സൈഡിൽ കൂടെ ഒരു സ്ക്രൂ ഇട്ട് പിടിച്ചിട്ടായിരിക്കും അത് ഫാസ്റ്റൻ ചെയ്യുക. ഇങ്ങനെയുള്ള ഇതിനെയാണ് ഹെഡ്ലെസ് പ്രിഫറേറ്റർ. ദീസ് പഞ്ചസ് ഡു നോട്ട് ഹാവ് ഷോൾഡർ. ഇതുപോലെ ഹെഡ് അല്ലെങ്കിൽ ഷോൾഡർ ഉണ്ടായിരിക്കില്ല. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടാവും. ഈ സ്ലോട്ടിൽ ഒരു സ്ക്രൂ വെച്ചിട്ട് ഇവിടെ പുറത്തുനിന്ന് തന്നെ ടൈറ്റ് ചെയ്യണം ചെയ്യുക. അതാണ് ഹെഡ്ലെസ് പ്രിഫറേറ്റർ എന്ന് പറയുന്നത്. ഇതൊക്കെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം ഈ പ്രിഫറേറ്റർ തന്നെ ഓൾറെഡി ഡയമീറ്റർ കുറഞ്ഞതായിരിക്കും. അതിന് പിന്നെ ഇവിടെ കട്ടിങ് ഒക്കെ കൊടുത്ത് സ്ക്രൂ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ അത്രയും ആവശ്യം ഉള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കുള്ളൂ. അടുത്താണ് സ്റ്റെപ്പ് ഹെഡ് പ്രിഫറേറ്റർ. സ്റ്റെപ്പ് ഹെഡ് പ്രിഫറേറ്റർ എന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റെപ്പ് 1, 2 ഇത് സാധാരണ ഇതിലൊരു സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. 2 അതിലധികം സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു. These commonly used perforators, they have a step head shank and a point diameter. അതായത് ഈ പ്രിഫറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വളരെ ചെറുതായിരിക്കും, ഡയമീറ്റർ വളരെ ചെറുതായിരിക്കും. അത് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്ഡ് ഹെഡ് പ്രൊഫ്രാക്ടർ. ഈ സ്റ്റെപ്ഡ് ഹെഡ് പ്രൊഫ്രാക്ടർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുക. കാരണം കുറച്ചും കൂടി ലൈഫ് കിട്ടുക സ്റ്റെപ്ഡ് ഹെഡ് പ്രൊഫ്രാക്ടേഴ്സിനാണ്. അപ്പോൾ അത് അതിന്റെ ഇങ്ങനെ സ്റ്റെപ്പ് ആയി. അപ്പൊ ഇവിടെ വരെ നല്ല ഉറപ്പുണ്ടാവുന്നു. ഇവിടെ മാത്രമേ അതിന്റെ കറക്റ്റ് ഡയമീറ്റർ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത, ബക്ലിങ്, സ്പോഞ്ച് വളയുന്നതിനാണ് ബക്ലിംഗ് എന്ന് പറയാം. ബക്ലിംഗ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് പ്രൊഫ്രാക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക സ്റ്റെപ്ഡ് ഹെഡ് പ്രൊഫ്രാക്ടർ ആണ്. അതാണ് ഇത്രയും പ്രൊഫ്രാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന പിരമിഡ് പ്രൊഫ്രാക്ടർ. സ്റ്റെപ്പ് ഒന്നിലധികം വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ വളരെ ചെറിയ പ്രൊഫ്രാക്ടർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിരമിഡ് പ്രൊഫ്രാക്ടർ ആയിട്ട് നമുക്ക് ഇപ്പോൾ 1 ഡയമീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഇവിടെ നിന്ന് ത്രൂ ഔട്ട് ഇവിടെ വരെ 1 ഡയമീറ്റർ വെച്ചാൽ ഒരടി അടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉണ്ടാക്കുക. അതിനാണ് പിരമിഡ് പ്രൊഫ്രാക്ടർ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പ്രൊഫ്രാക്ടർ ഇസ് കൺസിഡറബിൾ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ പോയിന്റ് ഡയമീറ്റർ ആൻഡ് ഷങ്ക്. അതായത് ഇതിന്റെ ഡയമീറ്ററും ഇതിന്റെ ഡയമീറ്ററും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നത്. ഇത് ചെറിയതും ഗ്രാജുവൽ ആയിട്ട് കൂടി ഇങ്ങനെയുള്ള ഇതും അപൂർവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെയാണ് പിരമിഡ് പ്രൊഫ്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കാരണം ഇത് കുറച്ചും കൂടി സേഫ് ആണ്. സേഫ് മീൻസ് ഇത് കുറച്ചും കൂടി ലൈഫ് കിട്ടും. കാരണം ഇത് നല്ല ഉറപ്പ് കിട്ടും, ബക്ലിംഗ് ഉണ്ടാവില്ല, എക്ലോസി കൂടും. അതുകൊണ്ട് ഇതും ഉപയോഗിക്കുന്നതാണ്. സ്റ്റെപ്പ് പ്രൊഫ്രാക്ടറും പിരമിഡ് പ്രൊഫ്രാക്ടറും സാധാരണ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് ക്വിൽഡ് പ്രൊഫ്രാക്ടർ. ക്വിൽഡ് എന്ന് വെച്ചാൽ ഒരു ക്വിൽ ഇതുപോലെ ഇതിനെയാണ് ക്വിൽ എന്ന് പറയുന്നത്. ഇതാണ് ക്വിൽഡ് പ്രൊഫ്രാക്ടർ എന്ന് പറയുന്നത്. ക്വിൽ എന്ന് വെച്ചാൽ പ്രൊഫ്രാക്ടർ നമ്മൾ പറഞ്ഞു വളരെ സ്ലണ്ടർ ആയിട്ടുള്ള ഇതുകളാണ്. Slender punches are to be protected from buckling. Quills are provided to prevent buckling. അതായത് quills ഒരു സ്ലീവ്, ഒരു മെറ്റൽ സ്ലീവ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. അതിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും പഞ്ച് വരിക. ഇങ്ങനെയുള്ള പഞ്ചുകളെയാണ് നമ്മൾ ക്വിൽഡ് പ്രൊഫ്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവും? ക്വിൽഡ് അതായത് വളരെ തടി പറഞ്ഞ 0.5 ഒക്കെ പഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്ലെയിൻ ആയിട്ട് ഇടാണെങ്കിൽ അത് പൊട്ടിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിൽ, ഒരു മെറ്റൽ സ്ലീവ്, ആ സ്ലീവിന്റെ ഉള്ളിൽ കൂടി ആയിരിക്കും പഞ്ച് ഇടുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്വിൽഡ് പ്രൊഫ്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റ് അവസാനത്തെ ഒരു വെറൈറ്റിയാണ് സ്ലഗ് ഇജക്ടർ പ്രൊഫ്രാക്ടർ. സ്ലഗ് ഇജക്ടർ പ്രൊഫ്രാക്ടർ എന്ന് വെച്ചാൽ സ്ലഗ് ഒട്ടിപ്പിടിക്കും. ഈ പഞ്ചുകളുടെ ഏറ്റവും പ്രത്യേകത സ്ലഗ് ഒട്ടിപ്പിടിക്കും. പഞ്ച് കട്ടിങ് കഴിഞ്ഞാൽ കട്ടിങ് ചെയ്ത ഭാഗം ഈ പഞ്ചും ഒട്ടിപ്പിടിക്കും. അപ്പൊ അത് ഒഴിവാക്കണം. അപ്പൊ ചെറിയ മറ്റൊക്കെ ആണെങ്കിൽ വലിയ പഞ്ചുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇജക്ടർ വെക്കാം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വലിയ പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തട്ടിയിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും വടിയിൽ തട്ടിയിടാം, അതൊക്കെ ചെയ്യാം. ഇത് വളരെ ചെറുത് ഡയമീറ്റർ 1-5 ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൈകൊണ്ടൊക്കെ തട്ടാൻ പോയാൽ നടക്കുന്ന കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഉള്ളിൽ കൂടെ ഒന്നില്ലെങ്കിൽ ചെറിയ സ്പ്രിങ് സ്പ്രിങ് ഇജക്ടർ വെക്കും. ഇനി സ്പ്രിങ് ഇജക്ടറിനും സ്ഥലമില്ല, ചിലപ്പോൾ ചെറിയ പഞ്ചാണ് ഈ സ്പ്രിങ് ഇജക്ടറിനും സ്ഥലം ഉണ്ടാവില്ല, സ്പ്രിങ് ഇട്ടുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ചെറിയ ഹോള് ഡ്രിൽ ചെയ്തിട്ട് അതിൽ കൂടെ കംപ്രസ്ഡ് എയർ പാസ് ചെയ്യും. കംപ്രസ്ഡ് എയർ പാസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രിങ് ഇജക്ഷൻ ചെയ്യാം. അതാണ് സ്ലഗ് ഇജക്ടർ പ്രൊഫ്രാക്ടർ. ഇവിടെ പറ്റിപ്പിടിക്കുന്ന സ്ലഗിനെ ഇജക്ട് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത്. സ്പ്രിങ് ഇജക്ടർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഹോള് അതിലേക്ക് ഡ്രിൽ ചെയ്തിട്ട് അത് കംപ്രസ്ഡ് എയർ യൂസ് ചെയ്യാം. ഇങ്ങനെ രണ്ട് ഇതിൽ കൂടെ ഈ സ്ലഗ് ഇജക്ഷൻ ചെയ്യാൻ പറ്റും. ടു പ്രിവെന്റ് സ്ലഗ് പുള്ളിംഗ്, എയർ പ്രഷർ ഓർ സ്പ്രിംഗ് പിങ്സ് ആർ യൂസ്ഡ്. ദീസ് ആർ നോൺ ആസ് സ്ലഗ് ഇജക്ടർ പ്രൊഫ്രാക്ടേഴ്സ്. ഇവരെയാണ് നമ്മൾ സ്ലഗ് ഇജക്ടർ പ്രൊഫ്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും തരം പഞ്ചുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം, ശ്രദ്ധിച്ച്